ഒരു സോളോ ട്രിപ്പ് ആയാലോ? ഞാൻ ഇവിടെ വിസിറ്റിങ്ങിന് വന്നതാണ് കേട്ടോ. 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വന്നവർക്ക് 3 മാസം കൂടുമ്പോൾ വിസ പുതുക്കണം. അങ്ങനെ 2 തവണ ഞാൻ ഓൺലൈനിൽ പുതുക്കിട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി പുതുക്കണേല് ബോർഡർ പോകണം. എൻ്റെ കൂടെ നിങ്ങളും കൂടിക്കോളി. നമുക്ക് ഒരുമിച്ച് ജോർദാന്റെ ബോർഡർ ഒക്കെ കണ്ടിട്ട് വരാം. ഉച്ചയ്ക്ക് കയറിയതാണ് കേട്ടോ ബസ്സിൽ. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ 20 മണിക്കൂറിന് ശേഷം നമ്മൾ സൗദി എക്സിറ്റിംഗ് ബോർഡറിൽ എത്തിട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഗൈഡിനെ പോലെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ഒരു സൗദി ആയിരുന്നു. അയാളുടെ വണ്ടിയിലാണ് ഇനിയുള്ള യാത്ര. സൗദി ഉൾപ്പെടെ ഞങ്ങൾ 10 പേരായിരുന്നു കേട്ടോ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പാസ്പോർട്ട് ചെക്കിങ്ങും ഫിംഗർ സ്കാനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൗദി എക്സിറ്റ് കടന്ന് ജോർദാൻ ബോർഡറിൽ എത്തിട്ടോ. ഞങ്ങൾ എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങി ഞങ്ങളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടോ. അവരുടെ ഓഫീസിന്റെ ഒരു സൈഡിൽ കൂടെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ സൈഡിൽ കൂടെ ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം സ്റ്റാമ്പ് അടിച്ച് കിട്ടിയ പാസ്പോർട്ടായിട്ട് ഡ്രൈവർ വന്നിട്ടോ. ഞങ്ങൾ എല്ലാവരോടും വണ്ടി കയറാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും വണ്ടി കയറി ജോർദാനോട് യാത്രയും പറഞ്ഞു ഇനി സൗദി ബോർഡറിലേക്ക് പോകാൻ കേട്ടോ. ബോർഡറിലെത്തിയ ഇമിഗ്രേഷനും ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കിങ്ങും വണ്ടിക്ക് ഡോഗ് സ്കോഡ് ചെക്കിങ്ങും കഴിഞ്ഞതോട് കൂടിയിട്ട് വിസ റിന്യൂവൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടോ. ഞങ്ങളെ എടുത്തോട്ട് തന്നെ കൊണ്ടാക്കിയതോട് കൂടിയിട്ട് ഗൈഡിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ. ബീച്ച് സൈഡിലുള്ള ഒരു പാർക്കിനടുത്തായിട്ടാണ് കേട്ടോ ഞങ്ങളെ ബസ് എത്തിയിട്ടുള്ളത്. അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലൂടെ ഒക്കെ നടന്ന് നേരെ ബീച്ച് സൈഡ് പോയിരുന്നു കേട്ടോ. എന്നെ അറിയണോ കുപ്പന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അറിയുണ്ടാവും. എനിക്ക് ബീച്ച് നല്ല ഇഷ്ടമാണ്. ഇപ്പം മാത്രമല്ല കേട്ടോ, അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നാട്ടിലെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കടൽക്ക് നോക്കിയിരുന്നു കേട്ടോ. കാരണം ഇപ്പം ഞങ്ങൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾ വന്ന ബസ്സിലെ ബാക്കിയുള്ളവരെ കൂടി വന്നാൽ നമ്മൾ തിരിച്ചു ജിദ്ദയിലേക്ക് പോകും കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും എത്തി. ഞങ്ങളെല്ലാവരും ബസ് കയറി. ഇനി ഞങ്ങളുടെ 20 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ. ഒന്നരക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ. പിന്നെ എവിടെ നിർത്താതെയാണ് കേട്ടോ പോയിരുന്നത്. എന്നിട്ട് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയത്. ഇരുന്ന് മടുത്തിട്ടു. ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് സങ്കടം വരൽ തുടങ്ങി. എത്ര ആയിട്ട് എത്തണില്ല. അങ്ങനെ നൈറ്റ് 2 മണിയായപ്പോൾ നമ്മൾ ഷറഫിൽ എത്തിയിട്ട് എന്നെ കൂട്ടാനായിട്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ റൂമുക്ക് പോകുന്നുണ്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ ജോർദാന് പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം എന്നാൽ ശരി, ബൈ.